ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ എപ്പിസോഡ് നമ്പർ 27. 26ാമത്തെ എപ്പിസോഡ് വരെയുള്ളതിൽ നിങ്ങളോട് അല്ല 25ാമത്തെ എപ്പിസോഡ് വരെയുള്ളതിൻ്റെ ശേഷം അപ്ലോഡ് ചെയ്ത എന്താ പറയാ വന്നത് 26ാമത്തെ എപ്പിസോഡിൽ ഒരു ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിനി. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് കോമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ആരും അത് കണ്ടുപിടിച്ചിട്ടില്ല, ആരും കോമൻറ്റ് ചെയ്തിട്ടില്ല. ഇനി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ആരും കോമൻറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ചേഞ്ച് എന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവില്ല. അതായത് ശരിക്കും കേട്ടോളൂ, 25 എപ്പിസോഡ് വരെ എടുത്ത വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം 26ാമത്തെ എപ്പിസോഡിലുണ്ട്. 26ാമത്തെ എപ്പിസോഡിലുള്ള കാര്യം 27ാമത്തെ ഈ ഒരു എപ്പിസോഡിലില്ല. അതായത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ 27 എപ്പിസോഡിൽ ഈ ഒറ്റ എപ്പിസോഡിൽ മാത്രമുള്ളൊരു കാര്യം അത് 26ാമത്തെ എപ്പിസോഡിലാണ് ഉണ്ടായത്. അത് മറ്റൊരു എപ്പിസോഡിലില്ല. അതെന്താണെന്ന് ആർക്കെങ്കിലും അത് ജസ്റ്റ് അധികം കാണുമൊന്നും വേണ്ട. ആ വീഡിയോ ആ വീഡിയോന്റെ ഏത് ഭാഗം എടുത്ത് കാണുകയാണെങ്കിലും ആ ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണത്. അപ്പം നിങ്ങൾ എന്താ അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പിസോഡ് 26 ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് അതെന്താണെന്ന് ഈ വീഡിയോന്റെ താഴെങ്കിലും ഒന്ന് കോമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലായിട്ടില്ല എന്ന് കോമൻറ്റ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അതെന്താ സംഭവം എന്ന്. പിന്നെ വേറെ കാര്യം എടുത്ത് പറയാനുള്ളത്, എനിക്ക് ഇൻസ്റ്റയിൽ ഒരാൾ മെസ്സേജ് അയച്ച്, അത് ആ ആൾ ഈ വീഡിയോ കാണുന്ന ആളാണെന്ന് എനിക്കറിയില്ല. ആൾ എന്നോട് ചോദിച്ച്, ഈ യൂട്യൂബ് ചാനൽ ആൾക്കുണ്ട്, പക്ഷെ വീഡിയോ ചെയ്യാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നുണ്ട്, വീഡിയോ ചെയ്യാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ സ്റ്റക്കാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലോഡിങ്, ഇതിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ആണത് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ആളാരാന്ന്, ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ ആൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടിയിലോട്ട് കിടക്കാം. എപ്പിസോഡ് നമ്പർ 27 ഫസ്റ്റ് കോട്ട് എന്താണ് നോക്കാം. പോയറ്റ്സ് നാഷൻ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, ഐ നോ ഇറ്റ്സ് ഹാർഡ് ബട്ട് ട്രൈ ആൻഡ് സേവ് യുവർ സെൽഫ്, നോ വൺ എൽസ് വിൽ. ശരിയാണ്ടാ, എല്ലാ സമയത്തും മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടി ചിലപ്പോൾ ആരും ഒന്നും ചെയ്തു തരാനുണ്ടാവില്ല. നമ്മളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ ഒന്നും ചിലപ്പോൾ ഒരാളുണ്ടായിന്ന് വരില്ല. ആ ഒരു സമയത്തും ഒറ്റക്കാണെങ്കിലും ചെയ്യുക, കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും. ഇതിൽ തന്നെ പറയണ്ട, ഐ നോ ഇറ്റ്സ് ഹാർഡ് ബട്ട് ട്രൈ ആൻഡ് സേവ് യുവർ സെൽഫ്. ട്രൈ ചെയ്യ്, രക്ഷപ്പെടുത്ത്. നീ നിന്നെ തന്നെ സേവ് ചെയ്തോ. ചിലപ്പോൾ വേറെ ആരും അതിനൊന്നും നിന്ന് തരണമെന്നില്ല. എക്സ്പെക്റ്റ് ചെയ്യരുത് ഒരാൾ നമ്മളെ മാറ്റിയെടുക്കാനുണ്ട്, ഒരാൾ നമ്മളെ സേവ് ചെയ്യാനുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ. ആ ഒരു തോട്ടാണ് മെജോറിറ്റി ആളുകളുടെയും മെയിൻ പ്രശ്നം. എക്സ്പെക്റ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടി ഒരാളുണ്ട്, നമ്മളെ കാര്യങ്ങൾ ചെയ്തു തരാൻ ഒരാളുണ്ട്. ആ ഒരു തോട്ടാണ് മെജോറിറ്റി ആളുകളുടെയും ഏറ്റവും വലിയ പ്രശ്നം. സോ അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, അടുത്തത് ദ കാർട്ടിയർ ഷോർട്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, സം നൈറ്റ് സ്റ്റിൽ റിമെമ്പർ ദ പെയിൻ ബട്ട് യു ഡോണ്ട് ലീവ് ദർ എനിമോർ. എനിക്ക് വല്ലാതെ കൊണ്ടുപോയിടൂ. ചില രാത്രി, ഇറ്റ്സ് എ ബ്ലഡി ട്രൂത്ത് ബ്രോ. ചില രാത്രി നമ്മളിപ്പോഴും പഴയ വേദനകളും ഇതൊക്കെ ആലോചിക്കും, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പണ്ട് നമുക്കുണ്ടായ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ സംഭവിച്ചു പോയ അത് നമ്മളിപ്പോഴും ചിലപ്പം ചില ആളുകളെങ്കിലും ആലോചിക്കും. പക്ഷേ അതിൽ ജീവിക്കരുത്. ആ ഒരു പ്രശ്നം കഴിഞ്ഞ്, ആ ഒരു പ്രശ്നം അവസാനിച്ചു എന്നൊരു ബോധം അല്ലെങ്കിൽ ആ ഒരു ബോധ്യം നമുക്കുണ്ട്. പക്ഷെ എങ്കിൽ പോലുടാ ആ ഒരു വേദന നമ്മളിങ്ങനെ ആലോചിക്കൂലേ. ഞാൻ ആലോചിക്കലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടും, ഞാൻ പറഞ്ഞു, ഈ ഒരു റൈറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്ത്. കാരണം ഇപ്പോഴും ഞാൻ എൻ്റെ നമ്മളൊരു സമയം ഉണ്ടാവുമല്ലോ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത, സ്റ്റിൽ സ്ട്രഗിളിങ് ഉണ്ടാവും. ബട്ട് എന്നാലും നമ്മളതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഫേസ് ചെയ്തൊരു ഹാർഡസ്റ്റ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാനിപ്പോഴും ആലോചിക്കലുണ്ട്. സീരിയസ്ലി ഞാൻ ആലോചിക്കലുണ്ട്. കാരണം അത് ആലോചിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ആലോചിക്കുന്ന വേറെ കാര്യങ്ങൾ, അന്ന് ഞാൻ എങ്ങനെ അതൊക്കെ ഡീൽ ചെയ്തത്, എങ്ങനെ ഞാനത് ഹാൻഡിൽ ചെയ്തത്.
ലിറ്ററലി ഞാൻ പറയട്ടെ, ആ ഒരു ടൈം ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വരെ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ എങ്ങനെ റബ്ബേ ഞാനത് സർവൈവ് ചെയ്തത്. ഏതായാലും അൽഹംദുലില്ലാ ചെയ്തല്ലോ, അത് മതി. അടുത്തത് ദക്ഷിത് ദേവ് 1992 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. മൂർച്ചയേറിയ ആയുധം പോലെയാണ് ചിലരുടെ വാക്കുകൾ. അത് മറ്റൊരാളെ നിമിഷ നേരം കൊണ്ട് കൊന്നുകളയും. സത്യം. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്തെ ഇമോഷൻ വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പറയാം. മേ ബി നമ്മൾ ആ ഒരു ടൈം കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിട്ടേക്കാം. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേട്ട ആളുകൾക്ക് ചിലപ്പം ലൈഫ് ലോങ് മറക്കാൻ പറ്റാത്ത വാക്കുകളാവും നമ്മൾ പറഞ്ഞത്. അത്രയും വേദന ചിലപ്പോൾ നമ്മൾ അവർക്ക് എന്താ പറയുക നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ കിട്ടിയിട്ടുണ്ടാവും. ലൈക്ക് എപ്പോഴാ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരാളോട് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, എന്താ പറയുക, ദേഷ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു സമയം ജയിക്കാൻ വേണ്ടിയിട്ടാവും നമ്മൾ പല കാര്യങ്ങളും എടുത്തെടുത്ത് പറയാം. അതായത് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് എങ്ങനെയെങ്കിലും വാദിച്ച് ജയിക്കണം, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും എടുത്തെടുത്ത് പറയും. എടാ അത് ചിലപ്പോൾ ഓർക്കുണ്ടല്ലോ ഒരു വല്ലാത്തൊരു വേദന ആയിപ്പോവും ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ. പിന്നീട് ആ ഒരു ഇതിന് ശേഷം എത്രയോ ആളുകളെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം പറഞ്ഞിട്ട്, അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ശേഷം 100 കണക്കിന് ആളുകൾ അതുവരെയുള്ള ബന്ധം ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് അത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് സീരിയസ്ലി ഞാൻ വെറുതെ പറയല്ല, ഒരുപാട് ആളുകൾക്ക് ഒരു നേരത്തെ സംസാരത്തിൽ വന്ന പിഴവുകൾ കൊണ്ട് തകർന്നു പോയ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ ഇത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ചില വാക്കുകൾ കേൾക്കുമ്പോണ്ടല്ലോ തകർന്നു പോകുന്നത് വിശ്വാസം, ബന്ധം, ഇത് രണ്ടും പഴയതുപോലെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ട്രസ്റ്റ് എന്ന് പറയുന്നതും കണക്ഷൻ എന്ന് പറയുന്നതും ഒരിക്കലും നഷ്ടപ്പെട്ടാൽ രണ്ടാമത് അത് ബിൽഡ് ചെയ്ത് വരണമെങ്കിൽ വരാണ്ടിരിക്കൊന്നുമില്ല, പക്ഷെ അത് എല്ലാവരിലും വരില്ല, അതുപോലെ തന്നെ പെട്ടെന്നും വരില്ല, അതിന് കുറേ സമയം എടുക്കും. അപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുക, പറയേണ്ട കാര്യം തന്നെയാണോ പറയുന്നത്. ജയിക്കാൻ വേണ്ടി വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയാൻ നിൽക്കരുത് കേട്ടോ, വളരെയധികം നിങ്ങൾ ഖേദിക്കും നാളെ. അടുത്തത് വിരലടയാളം ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത, ശവമടക്കിന് കുഴിവെട്ടുകാരൻ കൂടി കരയും വണ്ണം ജീവിക്കുക. ഇതിപ്പം ലൈക്ക് ഞാൻ പറട്ടെ, അതായത് നമ്മൾ പോകുന്നത് നമുക്ക് ചുറ്റുള്ള ആളുകൾക്ക് അത്രയും സങ്കടമാകണം എന്നൊരു തരത്തിലാണ് ഇവിടെ. കാരണം എല്ലാവരോടും നന്മകൾ ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതേ സ്ഥാനത്ത് ഇതിന് വേറൊരു സൈഡ് കൂടെ ഉണ്ട്. ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ച ഒരാൾ കൂടെ ആകാം, മേ ബി, ആണെന്നല്ല. ഒരിക്കലും അതായത് ബാക്കിയുള്ളവർ നല്ലത് പറയണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നല്ല സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മളെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക, നമ്മളെ സന്തോഷങ്ങൾ മാറ്റിവെക്കുക, ലൈക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ജീവിക്കുക എന്നതിൽ തീരെ വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അതായത് നമുക്ക് ചുറ്റുള്ള ആളുകൾ അബിൽ അങ്ങനെ കേട്ടോ, അബിൽ വളരെ നല്ല ചിക്കനാണ്, ഇതെന്നെ പറയണം എന്ന് ഒരു തരത്തിലും ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നോ, അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അത് വെച്ച് സന്തോഷിക്കുക, നെഗറ്റീവ് ആണെങ്കിൽ അത് വെച്ച് സങ്കടപ്പെടുക, നെഗറ്റീവ് പറഞ്ഞ ആളുകളെ മുന്നിൽ വീണ്ടും പോസിറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. കാരണം എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇതെന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം നമുക്ക് എടുത്താൽ മതി. അതായത് അത്രയും കണക്റ്റ് ആയിട്ടുണ്ടാവും ഓരോ മനുഷ്യർക്കും. അങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കുഴി വെട്ടുന്ന ആൾ വരെ കണ്ണ് നിറയും, അവരുടെ കണ്ണ് വരെ നിറയണം എന്നാണ് ഇവിടെ പറയുന്നത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, 2 മീനിങ് ഉണ്ട്, പക്ഷെ നമുക്ക് പോസിറ്റീവ് എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു റൈറ്റിംഗ് തന്നെയാണ്. ഈ ലോകത്ത് നമ്മൾ വിട പറയുമ്പോൾ അവസാനമായി നമ്മൾ കിടക്കാൻ പോകുന്ന ആ ഒരു കുഴി വരെ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ആൾ കണ്ണീരോട് കൂടിയാണത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നമ്മളെ സ്ഥാനം എത്രത്തോളം ഉണ്ടാവില്ലേ. ഓക്കെ, അടുത്ത
ഫോട്ടോ ലേലോ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ എ ലോട്ട് വാസ് ലെഫ്റ്റ് അൺസെഡ്. എത്രയോ കാര്യങ്ങളവിടെ പറയാൻ ബാക്കിയായത്. ഇതെനിക്ക് തോന്നുന്നു ഇത് കുറേ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് റിലേഷൻ ബ്രേക്കായ ആളുകൾക്ക്, ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായ ആളുകൾക്ക്. ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. കാരണം പറഞ്ഞു തീരാത്ത അത്രയും കഥകൾ ഇവർക്കിടയിൽ ഉണ്ടാവും. എത്രയോ കാര്യങ്ങൾ ഇനിയും പറയാൻ ബാക്കിയുണ്ടാവും, ഒരുപാട് ബാക്കിയുണ്ടാവും. രാവും പകലും ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാലടാ വീണ്ടും വീണ്ടും സംസാരിക്കാൻ തോന്നുന്ന ചില ഇടങ്ങളാണ് നല്ലൊരു റിലേഷൻഷിപ്പും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും. ആ ആളുകൾക്ക് പറഞ്ഞാൽ ഒരിക്കലും കഥകൾ തീരില്ല. സോ അത് ബ്രേക്കായി പോയ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ, ഷെയർ ചെയ്യാൻ പറ്റിയ ഇതിലും നല്ലൊരു റൈറ്റിംഗ് അറിയില്ലടാ. സീരിയസ്ലി കുറേ ആളുകളുണ്ടാവും കേട്ടോ. അടുത്തത് എന്താണ്, കരിമ്പ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ കുറച്ച് വൈകിയാലും നല്ല സമയവും നല്ല മനുഷ്യരും നമ്മളിൽ വന്നു ചേരും. ലേറ്റ് ആയാലും വരുന്നത് നല്ലതായാൽ മതിയല്ലേ. ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെ. ലൈക്ക് എക്സ്പെക്റ്റിംഗ് മീൻസ് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം അതാണ്. എക്സ്പെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ മനസ്സിലും അത് തന്നെയാണ്. ലേറ്റ് ആയാലും നമുക്ക് വരുന്ന സമയത്ത് അതിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ലതായാൽ മതി അല്ലേ. കുറച്ച് വൈകിയാലും നല്ല സമയവും നല്ല മനുഷ്യരും നമ്മളിൽ വന്നു ചേരട്ടെ. നസീഫ് കലയത്ത് കരിമ്പ്, ഞാൻ ഒരു പേജിലാണിത് പോസ്റ്റ് ചെയ്തത്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, അതായത് നമുക്ക് എല്ലാം പെട്ടെന്ന് 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 വേണമെന്ന്. പക്ഷെ അതേ സ്ഥാനത്ത് ഈ മോശപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ നല്ല കാര്യങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് നമ്മളെ ലൈഫിൽ നെഗറ്റീവായ കാര്യങ്ങൾ, നമുക്ക് ഒരു തരത്തിലും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതാണോ നല്ല കാര്യങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടുന്നതാണോ നല്ലത്? ചിലപ്പോൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. മോശപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതാണോ നല്ല കാര്യങ്ങൾ വൈകി കിട്ടുന്നതാണോ? ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേതാ നല്ലത്? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഇത് ഈ ഒരു റൈറ്റിംഗ് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്ലോബൽ പോയട്രി കൾട്ട് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ ഇഫ് ഇറ്റ് മേക്സ് യു ഹാപ്പി ടേക്ക് ദ റിസ്ക്, വേഴ്സ്റ്റ് കേസ് യു ലേൺ, ബെസ്റ്റ് കേസ് യു ചേഞ്ച് യുവർ ഹോൾ ലൈഫ്. മാൻ, ഒന്നൊന്നര റൈറ്റിങ്ങിൽ ഒന്നൊന്നര കോട്ട്. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെങ്കിൽ ആ റിസ്ക് എടുത്തോ. അത് മോശമാണെങ്കിൽ നിങ്ങൾ പഠിക്കും, അത് നല്ലതാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫേ മാറ്റും. മാൻ, ബ്ലഡി ട്രൂത്ത്. വല്ലാത്തൊരു ഫാക്റ്റാണത്. അതായത് ഞാൻ പറയണത് ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ അത്രയും സ്വപ്നം കണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ അതിൽ നമുക്ക് എന്തായാലും ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യം നമ്മൾ എടുക്കുക. അതിൽ എത്ര റിസ്ക് ഉണ്ടെങ്കിലും അത് നമ്മൾ എടുക്കുക. അത് നമ്മൾ വിചാരിച്ച പോലെ പോയിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. അതായത് നമ്മൾ ഒരു സ്വപ്നം കണ്ട് അപ്പം അതിലേക്കുള്ള വഴികൾ നമ്മൾ കാണുമ്പോൾ ആ വഴികൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്യുന്ന വഴികളിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അതായത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്തൊക്കെ എവിടെയൊക്കെ മാറ്റണം, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതേ സ്ഥാനത്ത് നമ്മൾ വിചാരിച്ചതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിട്ടാണോ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ലൈഫേ മാറൂടാ. പോസിറ്റീവ് ലെവലിലേക്ക് കയറുന്നൊരു കയറ്റുണ്ട്. ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്വപ്നം കാണണം. ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കാൻ റെഡി ആവണം. ആരൊക്കെ നടക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലടാ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ വൺ ഡേ അതിൽ വിശ്വസിക്കേ. ഓക്കെ, അടുത്തത് ടെയിൽസ് ഓഫ് നൻപൻ ആൻഡ് ചിന്താശകലങ്ങൾ എന്ന് പറയുന്ന 2 പേജ് കൊളാബ് ചെയ്തിട്ടിട്ട ഒരു പോസ്റ്റാണ്. തകർന്നു പോകുമ്പോൾ, തനിച്ചാവുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങും. എനിക്ക് തോന്നുന്നു 100 കണക്കിന് ആളുകൾ ചിലപ്പം ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
അതുപോലെ തന്നെ ഒരു 100 കണക്കിന് ആളുകൾ ഇതിപ്പോൾ ഷെയറും ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി ആളുകൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എക്സ്ട്രോവേർട്ടായി നടന്ന പല ആളുകളും ഇൻട്രോവേർട്ടായി മാറിയിട്ടുണ്ടാകാം. ഇന്നലെ വരെ കണ്ട മുഖം ഒരു ദിവസം പെട്ടെന്ന് മാറിപ്പോയ എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ലൈഫിൽ നമ്മൾ എത്ര ആളുകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ തന്നെ എത്രയോ പേരോട് ചോദിച്ചിട്ടുണ്ടാവും, എന്താ എനിക്ക് പറ്റി. അതിൽ എല്ലാവരും നമുക്ക് ഉത്തരങ്ങൾ തന്നിട്ടുണ്ടാവില്ല. ചില ആളുകളോട് നമ്മൾ ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്, അവർ തകർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവർ തനിച്ചാവുമ്പോൾ അവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവാണ്. നമ്മളെ കേസ് പറയുമ്പോൾ തകർന്നു പോകുമ്പോൾ, തനിച്ചാവുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങും. ഒക്കെ സംഭവിക്കും. ഒക്കെ ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തെന്താ? എഴുത്തുകൾ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. യാചിച്ചു കിട്ടുന്നതെല്ലാം ഭിക്ഷയാണ്. എന്താണ്? യാചിച്ചു കിട്ടുന്നതെല്ലാം ഭിക്ഷയാണ്. അതിൽ സ്നേഹമുണ്ടെന്ന് കരുതരുത്, വെറും സഹതാപം മാത്രമാണ്. അല്ലേ? നമ്മൾ ബെഗ് ചെയ്തിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് അവരറിഞ്ഞു തരുന്നൊരു കാര്യമാകണമെന്നില്ലല്ലോ, അല്ലേ? അതൊരു തരത്തിൽ സെന്റിമെന്റലായിട്ട്, അതായത് ഒരു സിമ്പതിൻ്റെ പുറത്ത് തരല്ലേ. അതല്ലെങ്കിൽ അവർ അറിഞ്ഞു തരണം. അറിഞ്ഞു തരുന്നതും നമ്മൾ കെഞ്ചി വാങ്ങിയെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടടാ. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ അറിഞ്ഞ് നൽകുന്നതാണ് യഥാർത്ഥ സ്നേഹം. നമ്മൾ കെഞ്ചി ചോദിച്ചതും പിടിച്ചു വെച്ചതൊന്നും ആദ്യത്തേതുപോലെയുള്ള സ്നേഹമാവില്ല. ആത്മാർത്ഥമായൊരു സ്നേഹമാവില്ല. നമ്മളെ പിടിവാശിക്ക് അവർ നിന്ന് തരിക മാത്രവും ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ അവിടെ അല്പം സ്നേഹം ഉണ്ടാവില്ല. അതൊരു ഫേക്കാകും എന്നല്ല, ഫേക്കാകാം. കാരണം ഒരാൾക്ക് ഒരാളോട് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവിടെ ബെഗ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, അല്ലേ? നമ്മൾ ബെഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ടാവും. ആ സിറ്റുവേഷൻ സംഭവിച്ചത് കൊണ്ടാണ് അവിടെ ഒരു ബെഗ് ചെയ്യേണ്ട അവസ്ഥ വന്നത്. സോ ആ ഒരു യാചനയ്ക്ക് ശേഷം നമുക്ക് കിട്ടുന്നത് ആത്മാർത്ഥമായ സ്നേഹമാണെന്നൊരിക്കലും കരുതരുത്. കാരണം അത് നമ്മൾ യാചിച്ചു വാങ്ങിയതാണ്. സഹതാപത്തിൻ്റെ പുറത്തോ സിമ്പതിയുടെ പുറത്തോ ആവും ചിലപ്പോൾ അവർ ആ സ്നേഹം പിന്നീട് നമുക്ക് തരുക. ഓർമ്മയിൽ സൂക്ഷിക്കുക, ഓർത്താൽ നന്ന്. സോ ഗൈസ്, എപ്പിസോഡ് നമ്പർ 27 ലാസ്റ്റ് കോട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് റൈറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. എൻ്റെ എഴുത്ത് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ അതോ പോയി. എൻ്റെ എഴുത്ത്. ഞാൻ എഴുതുന്നതൊന്നും അവളെക്കുറിച്ചല്ല, പക്ഷെ എഴുതി കഴിയുമ്പോൾ വരികളിലെല്ലാം അവൾ പടർന്നു പിടിച്ചിരിക്കും. എന്താ ഞാനിതിന് പറയാ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതിൽ. കാരണം അതിൽ തന്നെ എല്ലാം ഉണ്ട്. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതുന്നതൊന്നും അവളെക്കുറിച്ചല്ല, പക്ഷെ എഴുതി കഴിയുമ്പോൾ വരികളിലെല്ലാം അവൾ പടർന്നു പിടിച്ചിരിക്കും. അതാണ്. തുടങ്ങുമ്പോൾ ഉണ്ടാവില്ല, പക്ഷെ എഴുതി തീരുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആളല്ലേ പുറത്ത് വരുള്ളൂ. അത് നമ്മൾ വേറെ എന്തൊക്കെ എഴുതാൻ നോക്കി കഴിഞ്ഞാലും നമ്മൾ അവസാനം എത്തിച്ചേരുന്നൊരു പോയിന്റ് അത് തന്നെ ആവും. ഉള്ളിൽ അത്രയും ഉണ്ടായിട്ടാ. എന്താ അതാ ഞാൻ പറഞ്ഞത്. അതിൽ ഞാനിപ്പോൾ എന്താ ഇനി പറയാ കൂടുതൽ? എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ലാത്തൊരു റൈറ്റിംഗ് തന്നെയാണത്. ഇതും ഞാൻ പറഞ്ഞില്ല, റിലേഷൻഷിപ്പ്. എനിക്ക് തോന്നണടാ ഇന്ന് ലൈക്ക് എപ്പിസോഡ് 27 ഈ റിലേഷൻഷിപ്പ്, ഈ ബ്രേക്കപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത റൈറ്റിങ്സ് അല്ലേ ഇപ്പം നമ്മൾ ആണല്ലോ അല്ലേ? ആ റൈറ്റിങ്സ് ആണ് ഇപ്പം നമ്മൾ കൂടുതൽ വായിച്ചിട്ടുള്ളത്. അതെ, കൂടുതൽ. അതായത് ഇപ്പം ലൈഫിലെ റിയാലിറ്റി, ലൈക്ക് അതായത് നമ്മൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മൾ ഈ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പ്, ബ്രേക്കപ്പ്, ലൈക്ക് അങ്ങനത്തതായിട്ട് റിലേറ്റ് ചെയ്ത റൈറ്റിങ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ബൈ ദ വേ, ഇന്ന് വായിച്ചത് നല്ല സാധനങ്ങളാണ്, നല്ല മരുന്നുള്ള ഐറ്റംസ് ആണ്. അതായത് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് തട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മളിന്ന് വായിച്ചത്. യെസ്. സോ ഗൈസ്, എപ്പിസോഡ് നമ്പർ 27 നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പിസോഡ് നമ്പർ 28 കാണാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, കോഡ്സിൻ്റെ കാര്യമൊക്കെ അറിയിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓരോ വീഡിയോ കഴിയുന്നതോറും അതിലും കോമൻറ്റുകൾ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ എനിക്ക്
സമയമെടുക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ് ബോറാക്കണില്ല. സമയമെടുക്കും. ഇനി എന്തായാലും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോമന്റ് സെക്ഷനിലെ കോഡ്സും റൈറ്റിംഗ്സും വെച്ചിട്ട് വീഡിയോ ചെയ്തിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. എപ്പിസോഡ് നമ്പർ 28 കാണാം.